guys, it's me, Jobin from MS Solutions. Any എന്തിനു വേറെ സൊല്യൂഷൻസ്. SSLC വിദ്യാർത്ഥികളോട് നിങ്ങളുടെ മലയാളം പരീക്ഷയിൽ ഉറപ്പായും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട പാഠഭാഗമാണ് ശരൺകുമാർ ലിംബാളയുടെ അക്കർമാശി എന്ന് പറയുന്ന തന്റെ ആത്മകഥയുടെ തന്റെ കഥകളുടെ നേർചിത്രം വരച്ചു വെച്ച ഈ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ശരൺകുമാർ ലിംബാളയുടെ അക്കർമാശി പഠിക്കാൻ പോവുകയാണ്. ഒട്ടും സമയം വൈകിപ്പിക്കുന്നില്ല, നമ്മൾ പോകുന്നു. എന്താണ് അക്കർമാശി? ഇത് എഴുതിയ ശരൺകുമാർ ലിംബാളെ ആരാണ് നോക്കാം. ശരൺകുമാർ ലിംബാളെ 1956 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ചു. മറാത്തി എഴുത്തുകാരൻ. അക്കർമാശി എന്ന ആത്മകഥോപാഖ്യാനമാണ് ആദ്യകൃതി, അല്ലെ? ആത്മകഥോ ആഖ്യാനം എന്ന് പറയും. ആത്മകഥാപരമായി തന്റെ ജീവിതത്തിന്റെ നേർചിത്രങ്ങളാണ് ആത്മകഥ ആഖ്യാനമായി ആര് രേഖപ്പെടുത്തിയത്? നമ്മുടെ ശരൺകുമാർ ലിംബാളെ എന്ന് കാണാൻ സാധിക്കും. ഫ്രഞ്ച് ഉൾപ്പെടെയുള്ള ലോക ഭാഷകളിലെല്ലാം വിവർത്തനങ്ങൾ ഉണ്ടായ ഈ കൃതി ശ്രദ്ധേയമായ രചനയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ അധിക ഭാഷകളിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും വിവർത്തനങ്ങളായി ട്രാൻസ്ലേഷൻ ചെയ്ത് ഈ കൃതി പോയി എന്ന് കാണാൻ സാധിക്കും. പിന്നെ എന്താടാ, നാസിക് ആസ്ഥാനമായുള്ള യശ്വന്തറാവു ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പൂനെ ഡിവിഷൻ റീജിയണൽ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. നിങ്ങളൊക്കെ മനഃപ്പാഠമാക്കേണ്ട, മാതൃകയാക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് ശരൺകുമാർ ലിംബാളെ എന്ന് പറയുന്നത്. ഒരു ചേരിയിൽ ജനിച്ചു, താഴ്ന്ന ജാതിക്കാരനായി ജനിച്ച് സമൂഹത്തിൽ അവഗണനകളും പാർശ്വവൽക്കരണങ്ങളും ഏറ്റുവാങ്ങി. എന്നാൽ വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലിക്കാരനായി ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് കയറിയിരുന്ന എല്ലാവർക്കും പ്രചോദനാത്മകമായ വ്യക്തിയാണിടാ ശരൺകുമാർ ലിംബാളെ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ ഒരു പാഠഭാഗം മാത്രമായി പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു പാഠഭാഗം മാത്രമായി കാണരുത്, ഒതുങ്ങരുത്. കാരണം എന്താണ്? ഇദ്ദേഹം ഒരു ഓർമ്മപ്പെടുത്തലാണ്. എടാ, നിങ്ങളെ ആൾക്കാർ ചവിട്ടിമെതിക്കും, നിങ്ങളെ പരാജയപ്പെടുത്തും, നിങ്ങളെ കരയിപ്പിക്കും. ഒരിക്കൽ നിങ്ങളെ സ്നേഹിച്ചവരെല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തും, ആരും കൂടെയില്ലാത്ത അവസ്ഥ വരും. പക്ഷേ അതിനൊന്നും തളരരുത്. പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കണമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രയത്നിച്ചാൽ, ആ പ്രയത്നം സത്യസന്ധമായാൽ നിങ്ങൾക്കും ശരൺകുമാർ ലിംബാളെ പോലെ ജീവിതത്തിൽ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തിരിക്കാം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിക്കുക, വിദ്യാഭ്യാസം നേടുക, പ്രയത്നിക്കുക, പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിന്റെ ഉന്നതിയിൽ എത്താൻ സാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. പ്രധാന കൃതികൾ നോക്കാം. അദ്ദേഹത്തിന്റെ ദളിത് സാഹിത്യ സൗന്ദര്യ ശാസ്ത്രം വിമർശന കൃതിയാണ്. ചുവാചൂത്ത്, ബഹുജൻ, ഹിന്ദു നോവൽ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാഠഭാഗത്തിലേക്ക് പോകാം. ശരൺകുമാർ ലിംബാളയുടെ അക്കർമാശി. എന്താണ് പാഠത്തിന്റെ സന്ദർഭവും ആശയവും? ശരൺകുമാർ ലിംബാളെ തന്റെ 25-ാം വയസ്സിൽ എഴുതിയ ആത്മകഥോപാഖ്യാനമാണ് അക്കർമാശി എന്ന് പറയുന്നത്. ഇപ്പോൾ 25-ാം വയസ്സിലാണ് അക്കർമാശി ആരെഴുതുന്നത്? നമ്മുടെ ശരൺകുമാർ ലിംബാളെ എഴുതുന്നത്. കീഴാള ജീവിതത്തിന്റെ ദുരന്തം നിറഞ്ഞ നേർക്കാഴ്ചകളാണ് ഇതിലെ വിഷയം. അപ്പോൾ അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു. താഴ്ന്ന ജാതിക്കാരനായ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങളെയും ഇദ്ദേഹത്തിന്റെ ജീവിതം ഇദ്ദേഹത്തെ തളർത്തി മാറ്റിയ ആ ഒരു പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളെയുമാണ് ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ ആത്മകഥയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. പിന്നെന്താണ്, ലിംബാളയുടെ ആത്മകഥാപരമായ ഈ കൃതി ഒരു ഗ്രാമത്തിന്റെയും ഒരു ജനതയുടെയും പകർപ്പാണ്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും അവഗണനകളും അദ്ദേഹം ഈ കൃതിയിൽ അടയാളപ്പെടുത്തുന്നു. ലിംബാളെ ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്തിന്റെ വേദനാജനകമായ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. തന്റെ കുട്ടിക്കാലത്തിന്റെ വേദനാജനകമായ ഓർമ്മകളെ ലിംബാളെ ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഒരു ദളിത് ബ്രാഹ്മണനായി അർദ്ധജാതി, അതായത് ഉയർന്ന ജാതിക്കാരിൽ നിന്നും താഴ്ന്ന ജാതിക്കാർക്കുണ്ടായ കുട്ടികളെയാണ് എന്തു പറയുക? അക്കർമാശി എന്ന് പറയുക. അപ്പോൾ ഇവർ താഴ്ന്ന ജാതിക്കാരാണ്. ഇവരെ സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർ തന്നെ മാറ്റി ആ അരികിലേക്ക് മാറ്റി നിർത്തും. ഒരുപാട് അവഗണനകൾ ഏറ്റുവാങ്ങുന്ന ഒരു കുലമാണ്, ജാതിയാണ് അക്കർമാശി എന്ന് പറയുന്നത്. ഒരു ദളിത് ബ്രാഹ്മണനായി ജനിച്ച അദ്ദേഹം നേരിട്ട തീക്ഷ്ണവും ഭയാനകവുമായ അനുഭവങ്ങളാണ് ഇതിലുള്ളത്. ചാണകത്തിൽ നിന്നും ശേഖരിക്കുന്ന ധാന്യമണികൾ പൊടിച്ചു തിന്ന് വിശപ്പടക്കി നടക്കുന്ന തൻ്റെ ബാല്യകാലത്തിലെ അനുഭവങ്ങളാണ് പാഠഭാഗം. നോക്കണമടാ, ചാണകത്തിൽ നിന്നും ശേഖരിക്കുന്ന ധാന്യമണികൾ പൊടിച്ചു തിന്ന് വിശപ്പടക്കി നടക്കുന്ന തൻ്റെ ബാല്യകാലത്തിലെ അനുഭവങ്ങളാണ് പാഠഭാഗം. അല്ലേ? ചാണകം പൊടിച്ച് ആ ചാണകത്തിൽ പറ്റിപ്പിടിച്ച ധാന്യമണികൾ ശേഖരിച്ച് അത് പൊടിച്ചു തിന്ന് വിശപ്പ് മാറ്റിയ ദാരിദ്ര്യം നിറഞ്ഞ കാലത്ത്
കാലത്തെ ഈ പാഠഭാഗത്തിലൂടെ എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ശരൺകുമാർ ലിംബാളയുടെ ആത്മകഥാപരമായ ഒരു കൃതിയാണ് അക്കർമാശി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി അതിന് ഏറെ ബന്ധമുണ്ട്. ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ അർദ്ധജാതിയിൽ പിറന്ന് സ്വയം അനുഭവിച്ചറിഞ്ഞ ദാരിദ്ര്യത്തിന്റെയും ജാതീയമായ അസമത്വങ്ങളുടെയും പീഡനങ്ങളുടെയും ഭീതിതമായ സാഹചര്യങ്ങളുടെയും നേർചിത്രമാണ് ഈ കൃതി അല്ലേ. എവിടെയാണ്? ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ ജനിച്ച് ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് ഉയർന്ന ജാതിക്കാരിൽ നിന്നും അവഗണനകൾ ഏറ്റുവാങ്ങിയ ആ ദുരന്ത ജീവിതത്തിന്റെ സങ്കടം നിറഞ്ഞ കുട്ടിക്കാലത്തിന്റെ ഒരു പകർപ്പാണ്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന ഒരു നിവേദനമാണ് ഈ ആത്മകഥയായ അക്കർമാശി എന്ന് പറയുന്നത്. നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ നേരെ പിടിച്ച ഒരു കണ്ണാടി കൂടിയാണിത്. ജാതീയമായ വിഭജനമാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നും നിലനിൽക്കുന്നത് അല്ലേ. ഉയർന്ന ജാതിക്കാരനായ അധ്യാപകന്റെ വാട്ടർ ബോട്ടിൽ നിന്നും ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയായ വിദ്യാർത്ഥി വെള്ളം കുടിച്ചതിന് ആ അധ്യാപകൻ ആ പെൺകുട്ടിയെ മർദ്ദിച്ച ആ നാണം കെട്ട രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും നമ്മുടെ ലോകത്തിൽ നിന്ന്, രാജ്യത്തിൽ നിന്ന് ജാതിബോധം, മതബോധം, ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവ് ഇല്ലാതായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ആ കാലത്ത്, ഇന്നത്തെ സമകാലിക കാലത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവുകളുള്ള ഈ കാലത്ത് പ്രസക്തമാണ് ശരൺകുമാർ ലിംബാളയുടെ അക്കർമാശി എന്ന് പറയുന്നത്. ഉയർന്ന ജാതിക്കാർ എന്ന് അഭിമാനിക്കുന്നവർ താഴ്ന്ന ജാതിക്കാരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നില്ല. പൊതുവായി കിണറുകളോ വാഹനങ്ങളോ പോലും അന്ന് അനുവദിച്ചിരുന്ന അല്ലേ. താഴ്ന്ന ജാതിക്കാർ അനുഭവിക്കുന്ന അവഗണനകൾ, പഠിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് യാത്ര ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ താഴ്ന്ന ജാതിക്കാരെ അവഗണിക്കുന്ന ആ ഉത്തരേന്ത്യൻ കാലഘട്ടത്തിന്റെ ഭീകരതയും അദ്ദേഹം തന്റെ ഈ ആത്മകഥയിൽ അടയാളപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. പിന്നെ എന്താടാ? പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റോ അടിമകളായോ ആണ് ദളിതരുടെ ജീവിതം അല്ലെ. ഇവരെങ്ങനെയാണ് ജീവിച്ചത്? ആ ശാന്താത്തിയുടെ കൂടെ അല്ലെ, തന്റെ അമ്മൂമ്മയായ ശാന്താത്തിയുടെ കൂടെ ശരൺകുമാർ ലിംബാള ചെറുപ്പത്തിൽ എന്ത് ചെയ്യും? ഈ പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ പോകും. അത് തൂക്കി വിറ്റാണ് ഇവരുടെ ഉപജീവനം എന്ന് പറയുന്നത്. ഒരിക്കൽ ശരൺകുമാർ ലിംബാളെ ഒരു മുട്ടായിപ്പതി ഓടിയെടുത്ത് തുറന്നപ്പോൾ അതിൽ മനുഷ്യമലമാണ്. ആ കടലാസിൽ മനുഷ്യമലം. അത്രമാത്രം ജീവിതത്തിൽ സ്വപ്നങ്ങളെ ത്യജിച്ച, ഇഷ്ടപ്പെട്ട ആഹാരം പോലും കഴിക്കാൻ സാധിക്കാതെ ജീവിതത്തിന്റെ അരികിൽ മാറുന്ന ഒരു വ്യക്തിയുടെ കഥയുടെ നേർക്കാഴ്ചയാണ് ഈ ആത്മകഥ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ചുരുക്കത്തിൽ ജന്മം കൊണ്ടും ജീവിത രീതി കൊണ്ടും എല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ടതായിരുന്നു ലിംബാളയുടെ കുട്ടിക്കാലത്തെ ഗ്രാമജീവിതം. സ്കൂൾ ജീവിതത്തിൽ പോലും ഇത്തരം വേർതിരിവുകൾ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ചെരുപ്പുകൾ ധരിക്കുമ്പോൾ ദളിതർക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. ലിംബാളെ പോലും ചെരുപ്പിട്ടിരുന്നില്ല. ഒടുവിൽ ശാന്താത്യായി കൊടുത്ത വാറ് പൊട്ടിയ ചെരുപ്പ് അല്ലെ, ശാന്തമായി കൊടുത്ത ആ വാറ് പൊട്ടിയ ചെരുപ്പ് ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ദളിതർക്കിടയിൽ പോലും വിവേചനം നിലനിന്നിരുന്നു എന്ന് കാണാം. സാധാരണക്കാരനായിരുന്ന ചെരുപ്പ് കുത്തി ലിംബാളയുടെ ജാതി മഹർ എന്ന് മനസ്സിലാക്കിയതോടെ ചെരുപ്പ് നന്നാക്കി കൊടുക്കാൻ തയ്യാറായിട്ടില്ല അല്ലെ. ഇതിലൂടെ എന്താ പറയുന്നത്? ഈ ലിംബാള എന്ന് പറയുന്നത് മഹർ ജാതിയാണ്. ഉത്തരേന്ത്യയിലെ ഏറ്റവും ചെറിയ ജാതിയാണ് മഹർ എന്ന് പറയുന്നത്. ഈ മഹർ ജാതിയിൽപ്പെട്ട ലിംബാളയ്ക്ക് ചെരുപ്പിടാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചെരുപ്പിടാനുള്ള സാമ്പത്തികമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ലിംബാളയുടെ അമ്മായിയായ ശാന്താത്യ ചെരുപ്പ് കൊടുക്കുന്നത്, ഒരു വാറ് പൊട്ടിയ ചെരുപ്പ്. ആ വാറ് പൊട്ടിയ ചെരുപ്പ് നന്നാക്കാൻ വേണ്ടി ലിംബാളെ ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്തേക്ക് പോയി. അപ്പൊ ചെരുപ്പ് കുത്തി പറഞ്ഞു, എടാ നീ എന്നെ കാട്ടിയും താഴ്ന്ന ജാതിയല്ലേ, നിനക്ക് ഞാൻ ചെരുപ്പ് നന്നാക്കി തരില്ല എന്ന്. അത്രമാത്രം ജാതീയത നിലനിന്നിരുന്ന, ജാതിയുടെ പേരിൽ മനുഷ്യരെ മനുഷ്യനെ മാറ്റി അകത്തിയ, പാർശ്വവൽക്കരിക്കപ്പെട്ട നാടിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരൺകുമാർ ലിംബാളയുടെ അക്കർമാശി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമുക്ക് പോയിന്റ് മനസ്സിലാക്കാൻ സാധിക്കുക? കുമാർ മാമയുടെയും മുത്തശ്ശി ശാന്താത്തിയുടെയും കൂടിയായിരുന്നു ലിംബാള താമസിച്ചത് അല്ലേ. കുമാർ മാമ പിന്നെ ശാന്താത്തി, ഇവരാണ് ലിംബാളയുടെ ഒരു കൂടപ്പിറപ്പുകൾ എന്ന് പറയുന്നത്. ഇവരുടെ കൂടിയായിരുന്നു താമസിച്ചത്. എന്നാൽ കുമാർ മാമ മദ്യപാനത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു, അലസനായിരുന്നു. ശാന്താത്തിയാണ് എന്ത് ചെയ്തത്? ചവറുകൾ പെറുക്കി ആ കിട്ടുന്ന പണം കൊണ്ട് ഉപജീവനം നടത്തിയത്. അങ്ങനെ ശാന്താത്തിയുടെ കൂടെ ചവറ് പെറുക്കാൻ പോയതൊക്കെ ലിംബാളയോട് ഓർപ്പിക്കുന്നു. അങ്ങനെ ഒരു ലേഖനത്തിൽ ഒരു ആത്മഹത്യയിൽ പറയുന്നില്ലേ, ഈ തൂങ്ങി നോക്കുന്ന ചവറിനേക്കാൾ തൂക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അത് നിങ്ങൾ തൂക്കി നോക്കുമായിരുന്നില്ലേ അല്ലേ.
എന്തിനാണ് നിങ്ങൾ മാറ്റി നിർത്തിയത്, അവഗണിച്ചത് എന്ന് ഉറക്കെ ചോദിക്കുകയാണ് ലിംബാളെ. പിന്നെ എന്താണ്, കുമാർ മാമക്ക് കാര്യമായ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്ത ആദ്യ ചപ്പ് ചവറുകൾ പെറുക്കാൻ പോകുമ്പോൾ ലിംബാളയും പോകും. പെറുക്കി കിട്ടുന്നതിൽ ആയിരുന്നു പ്രതീക്ഷകൾ. ചുങ്കി ഗ്രാമത്തിലായിരുന്നു ആദ്യകാല സ്കൂൾ ജീവിതം. അടുത്ത ഘട്ടത്തിൽ ചബൾ ഗ്രാമത്തിലേക്ക് മാറി ബോർഡിങ്ങിൽ പഠനം, അല്ലെ നിന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നീട് ശാന്തമായി ഒരു ദിവസം വീണ് കിട്ടിയ ഒരു ജോഡി ചെരുപ്പ് നടന്ന് ബോർഡിങ്ങിലെത്തി. അതിന്റെ വാർ പൊട്ടിയതായി കണ്ടപ്പോൾ അവർ അത് തുന്നുവാനായി ഒരു ചെരുപ്പ് കുത്തിയുടെ അരികിലെത്തി. പക്ഷേ മഹർ ജാതി ആണെന്ന് മനസ്സിലാക്കിയതോടെ അയാൾ ചെരുപ്പ് തുന്നുവാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പൊട്ടിയ ആ ചെരുപ്പം ഇട്ടാണ് ലിംബാളൻ നടന്നത്, അല്ലെ. പിന്നെ പൊട്ടിയ ചെരുപ്പം ഇട്ട് ലിംബാള നടന്നു. ആ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് ചെരുപ്പ് കുത്തി പോലും അത് നന്നാക്കി കൊടുത്തില്ല എന്ന് കാണാൻ സാധിക്കും. പിന്നെ എന്താണ്, രസകരമായ മറ്റൊരു സംഭവം ഉണ്ടായി ലിംബാളയുടെ ജീവിതത്തിൽ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വീണ് കിട്ടിയ 30 രൂപ സുഹൃത്തായ വിർജാര കണ്ടു. അത് ഇരുവർക്കുമായി പങ്കുവയ്ക്കാമെന്നും സിനിമ കാണാമെന്നും അവൻ പറഞ്ഞു. ലിംബാള തയ്യാറാവാതിരുന്നപ്പോൾ 20ഉം 10ഉമായി വിഭജിക്കാമെന്നായി കൂട്ടുകാരൻ. എന്നാൽ ലിംബാളെ ആ പണം സ്കൂൾ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അസംബ്ലിയിൽ വെച്ച് ഉച്ചഭാഷണിയിലൂടെ മൈക്കിലൂടെ എല്ലാവരും കേൾക്കെ ലിംബാളെ അഭിനന്ദിച്ചു. 30 രൂപയേക്കാൾ ഏറെ വലുതായിരുന്നു എനിക്ക് ലഭിച്ച ആ അഭിനന്ദനം എന്ന് ലേഖകൻ രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലേ. ഇത് ശരൺകുമാർ ലിംബാളെ നടന്നു പോകുമ്പോൾ സ്കൂളിൽ പഠിക്കുകയാണ്, നിന്ന് പഠിക്കുകയാണ്. നടന്നു പോകുമ്പോൾ 30 രൂപ കിട്ടി. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, എടാ 30 രൂപ 20 രൂപ നീ എടുത്തോ, 10 രൂപ എനിക്ക് താന്ന്. ശരൺകുമാർ ലിംബാള പറഞ്ഞു പറ്റില്ല. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു നമുക്ക് സിനിമക്ക് പോയാലോ എന്ന്. ശരൺകുമാർ ലിംബാള പറഞ്ഞു പറ്റില്ല. എടാ ദാരിദ്ര്യത്തിലും ആത്മാഭിമാനവും സത്യസന്ധതയും മുറുകെ പിടിക്കാനുള്ള ഒരു മാതൃകയാണ് ലിംബാളെ തന്റെ ജീവിതത്തിലൂടെ തരുന്നത്. ആ 30 രൂപ വേണമെങ്കിൽ ലിംബാളേക്ക് എടുക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചു. ആ ഹെഡ് മാസ്റ്റർ എല്ലാവരെയും മുമ്പിൽ വെച്ച് അസംബ്ലിയിൽ വെച്ച് പറഞ്ഞു, ശരൺകുമാർ ലിംബാളെ ഒരു മിടുക്കനാണ്, നമുക്ക് മാതൃകയാണ്. ശരൺകുമാർ ലിംബാളയുടെ സത്യസന്ധതയെ അദ്ദേഹം പ്രശംസിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ശരൺകുമാർ ലിംബാളെ ആ 30 രൂപയേക്കാൾ വലിയ സന്തോഷമായിരുന്നു എനിക്ക് ആ നിമിഷമെന്ന്, അല്ലേ. അതുകൊണ്ട് തന്നെ ശരൺകുമാർ ലിംബാളയുടെ മാതൃകാജനമായ പ്രചോദനാത്മകമായ ജീവിതത്തിന്റെ കഥാതന്തു പരിചയപ്പെടുത്തുന്ന ഒരു ആത്മകഥയാണ് അക്കർമാശി എന്ന് പറയുന്നത്. അതിൽ തന്റെ സ്കൂൾ ജീവിതത്തിന്റെയും ബാല്യകാലത്തിന്റെയും ഓർമ്മകൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന അതിസുന്ദരമായ സമകാലിക ലോകത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന ഈ കാലത്ത് ഏറെ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു പാഠഭാഗം കൂടിയാണ് ശരൺകുമാർ ലിംബാളയുടെ അക്കർമാശി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പാഠം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. താങ്ക് യു.